ഹായ്, നമുക്ക് ഇന്ന് ഒരു കോവയ്ക്കാത്തോരൻ ഉണ്ടാക്കാൻ കൂട്ടുകാരെ. തവ വയ്ക്കുക, അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ശുദ്ധമായ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് കടുക് മണിയിട്ട് കൊടുക്കാം. കടുക് മണിയിട്ടിട്ട് കടുക് മണി പൊട്ടുമ്പോൾ നമുക്ക് അതിലേക്ക് അല്പം കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന കോവയ്ക്ക തോരനാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് എൻ്റെ വീട്ടിൽ വിളഞ്ഞ കോവയ്ക്കയാണ്. അതിൻ്റെ കറിവേപ്പിലയും റെഡിയായി കഴിഞ്ഞു. നമുക്ക് കോവയ്ക്ക അരിഞ്ഞത്, ഒരു 1.5 സവാള അരിഞ്ഞത്, 5 പച്ചമുളക് കൊത്തി അരിഞ്ഞത്, ഇതെല്ലാം കൂടിയാണ് ഇപ്പോൾ ചേർക്കുന്നത്. നമുക്ക് ഇഞ്ചി വേണമെങ്കിൽ ചേർത്താൽ മതി. ഇഞ്ചിയൂടെ ഇട്ട് കഴിഞ്ഞാൽ വേറെ ഒരു ഫ്ലേവർ നമുക്ക് ഫീൽ ചെയ്യും. ചിലവർക്ക് തോരന് ഇഞ്ചി ഇഷ്ടമില്ല, അതുകൊണ്ട് നമുക്ക് ഇഞ്ചി വേണ്ട. ക്യാബേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഞ്ചി ചേർക്കത്തില്ല, അതുമാതിരി നമുക്കും ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇപ്പോൾ വേണ്ട ഇഞ്ചി ചേർക്കേണ്ടത്, ഇപ്പോഴല്ല ഇഞ്ചി ചേർക്കേണ്ടത്, അവസാനമാണ് ഇഞ്ചി ചേർക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഒരു 10 അല്ലി വെളുത്തുള്ളി നല്ലവണ്ണം ചതച്ച് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. എല്ലാം ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾക്ക് ഇനിയും ഇടാൻ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, തേങ്ങ, ജീരകം. നമ്മളതിലേക്ക് കുറച്ച് തേങ്ങ തിരുമ്മിയതിട്ട് കൊടുത്തു. തേങ്ങ തിരുമ്മിയതിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. അതും ഇളക്കുക. ഇതിലേക്കിനി നമ്മൾക്ക് മഞ്ഞൾപ്പൊടി ചേരുവാനുണ്ട്. അല്പം മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കാവൂ. അല്പം മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് തോരനൊരു ശരിയായ രീതിയിലുള്ള പച്ചയും മഞ്ഞയുമായിട്ടുള്ളൊരു കളറായിരിക്കും. അല്ലെങ്കിൽ വളരെ മഞ്ഞ രീതിയിൽ തോരനായി പോകും. അതുകൊണ്ട് നമുക്ക് ചെറിയ രീതിയിലുള്ള മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. ഇതിലേക്ക് നമ്മൾക്ക് ജീരകം, മുഴുവനെയുള്ള ജീരകം ഇട്ട് കൊടുക്കുക. എല്ലാവരും നമ്മൾ തോരൻ എന്ന് പറയുന്നത്, മറ്റുള്ള ചില ജില്ലകളിൽ അവർ വിറക് എന്നാണ് പറയുന്നത്. കോവയ്ക്ക വിറക് നമ്മളിങ്ങോട്ട് വടക്കോട്ട് നമ്മളിതിന് തോരൻ എന്നാണ് പറയുന്നത്. കോഴിക്കോട്, കണ്ണൂർ, തൃശ്ശൂരുകാരിതെല്ലാം അവർ തോരൻ എന്ന് പറയത്തില്ല, വിറകെന്നേ പറയുള്ളൂ. നമ്മൾ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. നല്ലവണ്ണം ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തത്തിപ്പൊത്തി വെക്കുക. തോരൻ എല്ലാമായിട്ട് ചേർന്ന് ഒന്ന് ഇത് വേകുവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെക്കുന്നത്. 5 മിനിറ്റ് കൊണ്ട് നമ്മൾക്ക് ഈ കോവയ്ക്ക തോരൻ റെഡിയാവും. കൂടുതൽ വെന്ത് കുഴഞ്ഞു പോകരുത്. നമ്മൾക്ക് ഒരു ചെറിയൊരു 90% മാത്രമേ വേകാവൂ. ബാക്കി 10% നമുക്ക് പച്ച കടിക്കണം. ഇതിൽ അടച്ച് വയ്ക്കുക. അടച്ച് 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും തുറക്കുക. ശരിയായ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി നല്ലോണം തടിയുടെ ഇതിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിനകത്ത് എനിക്കിതിനകത്ത് സൗണ്ട് ഡിസ്റ്റർബ് ആകും, അതുകൊണ്ടാണ് ഞാനിതിനകത്ത് തടി ശരിയായ ഉപയോഗിക്കുന്നത്. നിങ്ങൾ അത് വീണ്ടും അടയ്ക്കുക. അടച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും 2 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുക. ഇപ്പോൾ നമ്മൾക്ക് 5 മിനിറ്റായി. 5 മിനിറ്റായി കഴിഞ്ഞതിന് ശേഷം വീണ്ടും തുറക്കുക. തോരൻ ഇതാ റെഡിയായി കഴിഞ്ഞു. വിറക് ഇതാ റെഡിയായി കഴിഞ്ഞു. നല്ല സ്മെല്ലാണ് വരുന്നത്. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഈ കുറച്ചെടുത്ത് വെന്തോ എന്ന് നോക്കുക. അതിനുശേഷം നമുക്കിത് തീ അണയ്ക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാനൊരു ബിഗ് സീക്രട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിലേക്ക് നമ്മൾക്ക് കടുക് സെപ്പറേറ്റ് വറക്കുക. അതിലേക്ക് നമ്മൾക്ക് 2 വറ്റൽമുളകും കുറച്ച് ഇഞ്ചിയും ഇപ്പോൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഒരു ഫ്ലേവർ, ഒരു അടിപൊളി ഫ്ലേവർ ആയിരിക്കും. കറിവേപ്പില
2 വറ്റൽമുളക്, കടുക്, വെളിച്ചെണ്ണ ചേർത്ത് വീണ്ടും അതിൻ്റെ മേളിലൊന്ന് ഒഴിച്ചിട്ട് അടച്ച് വയ്ക്കുക. നല്ല ഉഗ്രൻ തോരൻ നമുക്ക് ചോറിനോട് കൂടി കഴിക്കാം.